Hello friends, welcome to Counting Cars. Counting Cars like എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലായിടത്തും കൊറോണ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സേഫ് ആയിട്ട് തന്നെ എല്ലാവരും ഇരിക്കാം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്ന സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് റിറ്റ്സ് ആണ്. മാരുതി റിറ്റ്സ് 2012 മോഡൽ സിംഗിൾ ഓണർ. ഓക്കെ, ഇത് 89,000 കിലോമീറ്റേഴ്സ് മാത്രമേ വണ്ടി ഇപ്പോൾ കവർ ചെയ്തിട്ടുള്ളൂ. ഇത് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഡീസൽ വേരിയൻ്റ് ആണ്. LDI എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഡീസൽ വേരിയൻ്റ് ആണ്. അതുകൂടാതെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഞാൻ എൻ്റെ ഫുള്ള് വ്യൂ ഇപ്പം നിങ്ങളിലേക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് തന്നെ മനസ്സിലാക്കാം. റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കൂടി തന്നെ പറഞ്ഞേക്കാം. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കണ്ടേക്കാം. പിന്നെ നിങ്ങൾക്ക് വണ്ടി ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് വണ്ടി താല്പര്യമുണ്ട്, ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്പറിലേക്കൊന്ന് വിളിച്ചേക്കാം. കാരണം നമ്മൾ ഈ പ്രത്യേകിച്ച് ലോ ബഡ്ജറ്റ് വണ്ടികൾ ഇടുമ്പോൾ പെട്ടെന്ന് സെയിലായി പോകാറുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് വിളിച്ചിട്ട് 2 ദിവസം 3 ദിവസം കഴിഞ്ഞ് വിളിച്ചിട്ട് വണ്ടി സെയിലായെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ലോ ബഡ്ജറ്റ് ഞാൻ ഉദ്ദേശിച്ചെന്ന് 1 ലക്ഷത്തിൽ താഴെ വണ്ടികളൊക്കെ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരു 2-3 മണിക്കൂർ കൊണ്ട് വണ്ടി കച്ചവടമായി പോകും. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അപ്പോൾ തന്നെ നമ്പറിലേക്കൊന്ന് വിളിച്ചേക്കാം. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ത്രൂ ഔട്ട് കേരള ഡെലിവറി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏരിയ കണ്ടെയ്ൻമെൻറ്റ് സോൺ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു തരുന്നതാണ്. വണ്ടി നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വരെ എത്തിച്ചു തരും. PO സ്കീം ഫ്രാങ്ക്ഫർട്ട് മോട്ടോർ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ ലോണിനും നിങ്ങൾക്ക് ഈ താഴെ കൊടുത്ത നമ്പറിലേക്ക് സമീപിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു റിറ്റ്സിൻ്റെ ഫുള്ള് വ്യൂ കണ്ട് തിരിച്ചു വരാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 2012 മോഡൽ മാരുതി റിറ്റ്സ്. അപ്പോൾ ഈ റിറ്റ്സ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ്. നമ്മളിതിൻ്റെ എൻജിൻ സിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 1248 ഇതിൻ്റെ എൻജിൻ CC വരുന്നത്. BHP നോക്കുകയാണെങ്കിൽ 74 BHP ആണ്. അതുകൂടാതെ തന്നെ ട്രാൻസ്മിഷൻ നോക്കുകയാണെങ്കിൽ മാനുവലാണ്. അതുപോലെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 236 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വണ്ടി നമുക്ക് തരുന്നുണ്ട്. ഇതിൻ്റെ ടോർക്കും അതേപോലെ തന്നെ പവറും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ പവർ 74 BHP at 4000 RPM കിട്ടും. ടോർക്ക് നോക്കുകയാണെങ്കിൽ 190 Nm at 2000 RPM കിട്ടും. ബോഡി ടൈപ്പ് ഹാച്ച് ബാക്കും അതേപോലെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 43 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ് വരുന്നത്. കൂടാതെ നമ്മൾ ഇതിൻ്റെ സിറ്റി മൈലേജ് നോക്കുകയാണെങ്കിൽ 18.6 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഹൈവേ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 20+ നമുക്ക് മൈലേജ് എന്തായാലും ഈ ഒരു വാഹനം നമുക്ക് തരുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്ലോസ് ലുക്കിലേക്ക് കിടക്കാം. ഈ ടയർ നമുക്ക് ഫസ്റ്റ് ഒന്ന് പരിശോധിച്ചേക്കാം. ടയർ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ടയറിന് അറൗണ്ട് ഒരു 60% ടയർ ഉണ്ട് എന്ന് വേണ്ടി നമുക്ക് എടുത്ത് പറയാവുന്നതാണ്. ഇനി ഇതിൻ്റെ ബമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലോസ് ലുക്ക് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇത് LDA വെർഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫോഗ് ലാമ്പും കാര്യങ്ങളും നമുക്ക് ഇന്ന് വരുന്നില്ല. അതുകൂടാതെ നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ടയർ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ കണ്ട അതേ ആ ഒരു കണ്ടീഷൻ തന്നെയാണ് വേണ്ടി നമുക്ക് എടുത്ത് പറയാവുന്നതാണ്. 60% ടയർ ബാക്കി നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കൂടി ഒന്ന് വിശദമായിട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഡോർ ഹാൻഡിലൊക്കെ ബ്ലാക്ക് കളറിൽ തന്നെ വന്നേക്കണം. അതുകൂടാതെ തന്നെ നമുക്ക് ആ ഡോറിൽ സൈഡിൽ ബീഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയർ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിനേക്കാളും കൂടുതൽ ടയർ ക്വാളിറ്റിയും കപ്പാസിറ്റിയും നമുക്ക് റിയർ ഭാഗത്ത് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. നമുക്ക് റിയർ ഭാഗം ശ്രദ്ധിക്കുകയാണെങ്കിൽ LDAയുടെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. സ്പോയിലേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ എക്സ്ട്രീം ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. കൂടാതെ നമുക്കിനി ഇൻറ്റീരിയർ ഭാഗം ഒന്ന് വിശദമായിട്ടൊന്ന് പരിശോധിച്ചേക്കാം. നമ്മളിനി ഇൻറ്റീരിയേഴ്സും ചെക്ക് ചെയ്യണം. ഇൻറ്റീരിയർ നമുക്ക് ഡോർ തുറക്കുമ്പോൾ തന്നെ ആ ഒരു എന്താ പറയുക ഒരു ആഷ് കളർ അതേപോലെ തന്നെ ഒരു ലൈറ്റ് വൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്ത് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ആഷ് തന്നെ ലൈറ്റ് ആഷ് കളറുള്ള ഒരു തീമിനാണ് ഇതിൻ്റെ മൊത്തത്തിൽ ആ ഒരു കളർ കോമ്പിനേഷൻ പോയേക്കണം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ കുറച്ചുകൂടി ഇൻറ്റീരിയർ വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഡാഷ്ബോർഡ് ആയാലും എവിടെ നോക്കിയാലും നമുക്ക് ആ ഒരു തീമിൽ തന്നെ കളർ തീമിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ പോയേക്കണം. ഇവിടെ നമ്മൾ ഓഡോമീറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പവർ ഓൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡ് കോർണർ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സ്റ്റിയറിംഗിൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി ഇവിടെ നമ്മൾ പവർ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്തിട്ട് കിലോമീറ്റർ എത്രയായെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് 89,000 കിലോമീറ്റേഴ്സ് മാത്രമേ വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കിനി റിയർ ഭാഗം കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ട ആ ഒരു തീമിൽ തന്നെയാണ് ഇതിൻ്റെ റിയർ ഭാഗം കാര്യങ്ങളൊക്കെ പോയത്. ഇപ്പോൾ കളർ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. വിത്ത് ബ്ലാക്ക് ആൻഡ് ആഷ് കളറിലാണ് കളർ കോമ്പിനേഷൻ മൊത്തം പോയേക്കണം. ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മൾ സ്വിഫ്റ്റിലൊക്കെ കണ്ട ലെഗ് സ്പേസ് തന്നെയെന്ന് മാത്രമേ ഇവിടെ എടുത്ത് പറയാൻ പറ്റുള്ളൂ. റൂഫൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ നീറ്റായിട്ടുള്ള റൂഫും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇനി നമുക്ക് റിയർ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. റിയർ ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു എന്താ പറയുക, ഒരു 60-40 റേഷ്യോയിലാണ് ഇതിൻ്റെ സീറ്റ് സ്പ്ലിറ്റ് കിടക്കണം. നമുക്ക് ആവശ്യം വേണമെങ്കിൽ നമുക്ക് സീറ്റ് മറിച്ചിട്ട് ബൂട്ട് സ്പേസ് കൂട്ടാൻ പറ്റാവുന്നതാണ്. ലെഗ് സ്പേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വിഫ്റ്റിൻ്റെ ആ ഒരു സ്പേസ് തന്നെ കിട്ടുന്നത്. ആ സീറ്റിൻ്റെ സ്പ്ലിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കൂടുതൽ നമുക്ക് കാര്യമായിട്ട് റിയർ ഭാഗത്തൊന്നും അധികം കാണിക്കാനില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഡോർ ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ എൻജിൻ ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. എൻജിൻ ഭാഗം എങ്ങനെയെന്ന് കൂടി നമുക്ക് നോക്കിയേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു റിറ്റ്സിൻ്റെ ആ ഒരു എഞ്ചിൻ ഭാഗം ക്ലോസ് സൂം അടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. DDIS ടെക്നോളജിയിൽ വന്നിരിക്കുന്ന എഞ്ചിനാണത്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 74 bhp 4000 RPM പവർ ജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ 190 Nm 2000 RPM ടോർക്ക് ജനറേറ്റ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ തന്നെയാണിത്. ഇത് വളരെ നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. ഇത് സിംഗിൾ ഓണർ വണ്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഈ വണ്ടിയിൽ എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു ബൂട്ട് സ്പേസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. കാരണം ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ 236 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഈ വണ്ടി നമുക്ക് കമ്പനി പറയണത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ഓക്കെ, ഇത് കീ നമുക്ക് ഇട്ടിട്ട് ടേൺ ചെയ്യേണ്ടി വരും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യണം. ഓക്കെ, ഇതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ്. അപ്പോൾ ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 2 പേരാണ് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സീറ്റ് 2 60-40 റേഷ്യോയിലാണ് സീറ്റ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് മറിച്ചിട്ടിട്ട് ബൂട്ട് സ്പേസ് കൂട്ടാൻ പറ്റാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ബിൽറ്റും കാര്യങ്ങളൊക്കെ വന്നതാണ്. അപ്പോൾ 236 നമുക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷേ നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ഇത് കണ്ടോ, ഈ 2 കേബിളുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സീറ്റൊക്കെ മറിച്ചിട്ടിട്ട് സുഖമായിട്ട് തന്നെ യാത്ര ചെയ്യാം. ഇതിൻ്റെ സ്പെയർ വീലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കണ്ടോ, സ്പെയർ വീലൊന്നും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ സ്പെയർ വീലെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ ഞാൻ ഇരിക്കാം. ഇനി ഇതിൻ്റെ എഡ്ജും കൂടി ഞാൻ കാണിച്ചു തന്നേക്കാം. എൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ കാണിക്കാൻ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും ചിലക്കോ പാച്ച് വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കോട് നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. വീഡിയോ വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ വിലഭാഗം കൂടി ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു റിറ്റ്സിൻ്റെ ഫുള്ള് വ്യൂ ഇപ്പോൾ കണ്ടു കഴിഞ്ഞ്, ഇത് LDI 2012 സിംഗിൾ ഓണർ വണ്ടിയാണ്. 89,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന വണ്ടിയാണ്. ഇനി നമ്മൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ കേരള ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഡെലിവറി ചെയ്തു തരും. നിങ്ങളുടെ അവിടെ കൊറോണ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്തു തരും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞേക്കാം. ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2,65,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോന് താഴെ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ റേറ്റ് പറയാം, ഷോറൂമിൻ്റെ റേറ്റ് പറയും. റേറ്റ് ഫിക്സ് ചെയ്തിട്ട് അഡ്വാൻസ് ചെയ്യാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമ്പനി അക്കൗണ്ടിലേക്കാണ് അഡ്വാൻസ് കിട്ടുന്നത്. അഡ്വാൻസ് തന്നെ നമ്മൾ വണ്ടി ബ്ലോക്ക് ചെയ്ത് വയ്ക്കും. പിന്നെ നിങ്ങൾക്ക് സൗകര്യം പോലെ ഇവിടെ ഒന്ന് കാണാം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ഈ പ്രദേശത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വണ്ടി കാണിച്ചു കൊടുത്തിട്ട് ബാക്കി പേയ്മെൻറ്റ് ചെയ്ത് വണ്ടി എടുത്തുകൊണ്ട് പോകാം. ഡെലിവറി നമ്മൾ തന്നെ ചെയ്ത് തരുന്നുണ്ട്. ലോൺ വേണമെങ്കിൽ ലോൺ നമ്മൾ റെഡിയാക്കി തരാം. ഈ വീഡിയോൻ്റെ താഴെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഫെസിലിറ്റീസും അതേപോലെ തന്നെ സൗകര്യങ്ങളെല്ലാം ഫോർമുല 1 മോട്ടോഴ്സ് തരുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.